ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ്. അതായത് മോണിറ്റൈസേഷൻ ആവാതെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ ആമസോണിൻ്റെ പ്രൊഡക്റ്റ് നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ റീലിലും അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോയിലും നമ്മൾക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും വാങ്ങുന്നവരുടെ കമ്മീഷൻ നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടപ്പോൾ അതിനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി. അതായത് നമുക്കതിൽ നിന്നും ലിങ്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിൻ്റെ കമൻറ്റുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബിലും കമൻറ്റ് വരുന്നുണ്ട്. ലിങ്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതവിടെ ലിങ്ക് മാത്രം കാണിക്കുന്നില്ല. അതിൻ്റെ താഴെയും അതുപോലെയുള്ള കമൻറ്റുകളുണ്ട്. അപ്പോൾ ലിങ്ക് നമ്മൾക്ക് എങ്ങനെ നേടിയെടുക്കാം? ഞാനിപ്പോൾ ആദ്യം ക്രോമിൽ പോയിട്ട് ഞാനിവിടെ ആമസോൺ അഫിലിയേറ്റഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ആമസോൺ അസോസിയേറ്റഡ്. നമ്മൾ ആമസോണിൻ്റെ അസോസിയേറ്റഡ് ആയിരിക്കണം. അതായത് അത് എങ്ങനെ ചെയ്യേണ്ടത് അത് ആ വീഡിയോയുടെ തുടക്കത്തിലുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മളാദ്യം ഈ റൈറ്റ് സൈഡിലുള്ള സൈനില്ലേ ക്ലിക്ക് ചെയ്യുക. കോർണറിൽ നമുക്ക് സൈൻ ഇൻ കാണാൻ സാധിക്കും. ആ സൈൻ ഇൻ്റെ അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് പാസ്വേഡ് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആക്കിയിരുന്ന അതേ മെയിൽ ഐ ഡിയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ ഫിംഗർ പ്രിൻ്റോ അല്ലെങ്കിൽ ഫോണിൻ്റെ കോഡ് നമ്പറോ വെച്ചിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന തന്നെയായിരിക്കും. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ അവിടെ വെച്ച് കൊടുത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഞാൻ ഇതുവരെ അതിൻ്റെ ടാക്സ് ഫോം ഇതൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ അത് കാണിച്ചത്. പിന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 3 ലൈൻ കാണാൻ സാധിക്കും. ഈ 3 ലൈനിൽ നമ്മളാദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളാദ്യം അത് ഡെസ്ക് ടോപ്പിലേക്ക് ആക്കുക. ഇതിപ്പോൾ നിലവിൽ ഡെസ്ക്ടോപ്പ് വേർഷനിലാണ് എന്നുള്ളത്. അപ്പം അതിനുശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും അഫിലിയേറ്റഡ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ. ഓക്കെ, ഈ അഫിലിയേറ്റഡ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഗെറ്റ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. നമ്മളതിൻ്റെ താഴെ തന്നെ ഈ സെർച്ച് ബാറിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക. നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഞാൻ ജെൻസിൻ്റെ ഷർട്ട് സെർച്ച് ചെയ്ത് അപ്പോൾ ജെൻസിൻ്റെ ഷർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷർട്ട് നമ്മളാദ്യം ചൂസ് ചെയ്യുക. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വന്നു. ഇപ്പം നമുക്ക് ഈ ഒരു ഷർട്ട് തന്നെ നമുക്ക് പരസ്യമായിട്ടും വെക്കാം. നമ്മൾ പോസ്റ്ററായിട്ട് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ ലിങ്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലിങ്ക് ലഭിക്കും. ഇത് ഡൗൺലോഡ് ഇമേജ് എന്ന് ഇവിടെ കാണാം. നമുക്ക് ഈ ഡൗൺലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് എടുക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ മുകളിൽ പോയിട്ട് നമുക്ക് എടുക്കാം. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലിങ്ക് വരുന്നതായിരിക്കും. ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളോട് കോപ്പി എടുക്കാനുള്ള ഓപ്ഷൻ കാണാം അവിടെ. ആ കോപ്പിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. ഇനി നമ്മൾ നേരെ ഫേസ്ബുക്കിലേക്ക് പോവാം. ഫേസ്ബുക്കിൽ പോയിട്ട് നമ്മൾ ആ ഫോട്ടോയുടെ ഭാഗത്ത്, അതായത് പോസ്റ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ ഷർട്ട് ഇനി നമ്മളിവിടെ ടൈറ്റിൽ കൊടുക്കും. ഓക്കെ, നമ്മളിങ്ങനെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ബാക്കി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇമോജി വെച്ച് കൊടുക്കുക എക്സൈറ്റഡ്. ഓക്കെ, ലൊക്കേഷൻ വെക്കണമെങ്കിൽ ലൊക്കേഷൻ വെച്ച് കൊടുക്കുക കേരള. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ടൈറ്റിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ തന്നെ നമ്മൾ മലയാളത്തിൽ അവരോട് ഒന്ന് വിവരിക്കണം. കാരണം ഇതിൻ്റെ ലിങ്ക് കമൻറ്റില്ല എന്നുള്ളത്. അപ്പോൾ കമൻറ്റിൽ ഇതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ അവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആർക്കും അറിയില്ലല്ലോ ഇത് എവിടെ പോയിട്ട് വാങ്ങണമെന്നും ആർക്കും കാണുന്നവർക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവിടെ കൊടുക്കണം. ഇതിൻ്റെ ലിങ്ക് ഇങ്ങനെ ഫോട്ടോ ഇട്ട് നമ്മളിങ്ങനെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഇത് കൊടുത്താൽ ആൾക്കാർ വാങ്ങണമെന്നില്ല. നമ്മളെ ടൈറ്റിൽ എത്രത്തോളം നമുക്ക് നല്ല രീതിയിലാക്കുന്നു, അതായത് നമ്മൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ടൈറ്റിലാക്കുന്നു. അങ്ങനെ ആകുമ്പോഴായിരിക്കും ആൾക്കാർ കുറച്ചും കൂടി വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ ഈ കാണുന്നവരൊക്കെ എല്ലാവരും ചെന്ന് അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല.
മനസ്സിലായോ? അത് നമ്മളുടെ കഴിവ് പോലെ ആയിരിക്കും. നമ്മൾ ടൈറ്റിൽ വെക്കുമ്പോൾ നമ്മൾ ഇടുന്നതിനുള്ള നമ്മൾ ടൈറ്റിൽ എഴുതുമ്പോൾ നമ്മുടെ കഴിവ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങാൻ. അതേപോലെ തന്നെ നമ്മൾ ഈ റീലിൽ വെക്കുമ്പോഴും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് വെക്കുന്നത് ആ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ആ പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ആൾക്കാർ അത് വാങ്ങാൻ ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ ആയിരിക്കും നമുക്ക് കമ്മീഷൻ ലഭിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വെച്ചിട്ട് കാര്യമില്ല. ആരും വാങ്ങണമെന്നില്ല. അപൂർവം ചില ആൾക്കാരായിരിക്കും വാങ്ങൽ. ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വാങ്ങാനുള്ള സാധ്യത കൂടും. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം മോണിറ്റൈസേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് കാണും. ആഡ് പ്രൊഡക്റ്റിൽ പോവുക. എന്നിട്ട് നമ്മുടെ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഷർട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ഇന്നലെ പറയാൻ പറ്റുപോയി, ഇവിടെ ആഡ് പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ലാബിൽ ഓൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമ്മളിവിടെ സേവ് അടിച്ചു കൊടുക്കണ്ടേ. സേവ് അടിച്ചു കൊടുത്ത് അപ്പോൾ നമുക്കിവിടെ അത് ആ മുകൾ ഭാഗത്തിന് വന്നിട്ടുണ്ട്. ദിസ് ലുക്ക് ലൈക്ക് എ ബ്രാൻഡഡ് കണ്ടൻറ്റ് പോസ്റ്റ്, ക്ലിക്ക് ടു ആഡ് എ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ലാബ്. ഓക്കെ, ഇനി നമ്മളിവിടെ പോസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഫോട്ടോ അപ്ലോഡ് ആവും. ആ ഫോട്ടോയുടെ കൂടെയുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിന്നെ വരും. പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് അപ്ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, നിലവിലത് അപ്ലോഡ് ആയിട്ടുണ്ട്. ആ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫോട്ടോയുടെ കമൻറ്റിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് കാണാൻ ഇവിടെ സാധിക്കും. ഇവിടെയുള്ള കമൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകൾ ഭാഗത്ത് തന്നെ ആ ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോണിൻ്റെ സൈറ്റിലും പോകുന്നതായിരിക്കും. കണ്ട, ആമസോണിൻ്റെ സൈറ്റിൽ പോയി ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങുകയാണെങ്കിൽ അതിനുള്ള കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പണി. ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ നല്ല ഒരുപാട് പണിയുള്ളതായിട്ട് തോന്നും. കുറച്ച് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെനക്കേട് കുറച്ച് കുറയും. പിന്നെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ഫോട്ടോൻ്റെ ലിങ്ക് ഇട്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ റീലും നമ്മളിതിൻ്റെ ലിങ്ക് ഇട്ടിട്ട് കാര്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ ലഭിക്കില്ല. അത് ഫോട്ടോയിലായാലും ശരി, ഫോട്ടോയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്യാപ്ഷനിലൂടെ ആയിരിക്കണം നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. റീലാണെങ്കിൽ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതിലൂടെ നമുക്ക് കമ്മീഷൻ കൂടുതലായിട്ട് ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് ലോങ് ആയത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ.